ഹലോ നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്മോൾ പ്രൈസ് ബിഗ് പൊട്ടൻഷ്യൽ അനാലിസിസ് എന്ന ഒരു സെഗ്മെൻറ്റിലോട്ടാണ്. ഇന്ന് നമ്മൾ ആ സെഗ്മെൻറ്റിൽ ഇന്ന് നോക്കാനുള്ളത്, അതായത് സ്മോൾ പ്രൈസ് ബിഗ് പൊട്ടൻഷ്യൽ എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് 15-ന് താഴെ വിലയുള്ള ഒരു ഓഹരിയാണ്. എന്നാൽ വലിയ പദ്ധതികളും അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള പ്രവേശനത്തിനും സാധ്യതയുള്ള ഒരു ഓഹരിയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് SCPC ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ചാണ്. അതായത് ശ്രീറാം എൻജിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് എന്നൊരു കമ്പനിയെക്കുറിച്ചാണ്. SCPC ലിമിറ്റഡ് എന്നൊരു കമ്പനിയെക്കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ എന്തെല്ലാമാണ് ഇന്ന് നോക്കുന്നത് നോക്കാം. SCPC ലിമിറ്റഡ് എങ്ങനെ ഒരു കമ്പനിയാണ്, എന്തുകൊണ്ട് വലിയ ഓർഡറുകൾ കിട്ടുന്നു, ഫിനാൻഷ്യൽ സ്ഥിതി, അതായത് ഫണ്ടമെൻ്റൽ ആയി കമ്പനി എങ്ങനെയാണ്, ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ്, നിക്ഷേപകർ എന്തെല്ലാം ഫാക്ടേഴ്സ് പരിഗണിക്കണം. ഇന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ള കമ്പനി ഓവർവ്യൂ. എന്താണ് ഈ കമ്പനി? ചെന്നൈ ആസ്ഥാനമായി 2000 സ്ഥാപിച്ച കമ്പനിയാണ് SCPC ലിമിറ്റഡ് എന്ന കമ്പനി. നേരത്തെ ഇത് ശ്രീറാം EPC ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. EPC സർവീസും സേവനങ്ങളും ചെയ്യുന്ന കമ്പനിയാണ്. അതായത് എൻജിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സർവീസുകൾ ചെയ്യുന്ന കമ്പനിയാണ്. വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് മുതൽ സോളാർ പവർ, വിൻഡ് എനർജി, കൂടാതെ ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടേഴ്സിലും കമ്പനി വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇനി പ്ലാൻ ആൻഡ് പ്രോജക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്തിടെ മഹാരാഷ്ട്രയിൽ നിന്ന് 133 മെഗാവാട്ടിൻ്റെ സോളാർ പ്രോജക്റ്റ് 650 കോടിയുള്ള ഒരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിനു പുറമെ UAEയിലെ AEIS എന്ന് പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയുടെ 75% ഓഹരികൾ സ്വന്തമാക്കി. ഇതൊരു ദേശീയ കമ്പനിയിൽ നിന്നും അന്തർദേശീയ കമ്പനിയിലോട്ടുള്ള വളർച്ചയുടെ സാധ്യതയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് നോക്കാവുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്തൊക്കെയാണ്, ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. മാർക്കറ്റ് ക്യാപിറ്റൽ 2600 കോടിയാണ്. പ്രൈസ് 13, ഇപ്പോഴത്തെ നിലവിലെ പ്രൈസ് 13 ആണ്. 52 ആഴ്ചയിലെ താഴ്ന്ന പ്രൈസ് 11.87, ഉയർന്ന പ്രൈസ് 33.45. PE റേഷ്യോ 81:90 ലെവലാണ്. EPS ഏണിംഗ് പെർ ഷെയർ 0.13 മുതൽ 0.17 വരെയാണ്. അതുപോലെ റിട്ടേൺസ് ഓൺ ഇക്വിറ്റി 2%, 0.2%. റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 5%. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.24 ആണ്. കമ്പനി കടം കുറച്ചു കൊണ്ടുവരുന്നു. 2025 ഫിനാൻഷ്യൽ ഇയർ 4ാം പാദ ക്വാർട്ടർ ഫലങ്ങളിലുള്ള വരുമാനം 126 കോടിയാണ്. അതേസമയം കഴിഞ്ഞ വർഷം ഇതേ സമയത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ 21% കുറവുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 കോടിയാണ്. ഇനി ബാലൻസ് ഷീറ്റ് ശക്തമായ ഒരു സ്ട്രോങ് ബാലൻസ് ഷീറ്റാണ്. ഇതിൽ പ്രധാന കാരണമെന്ന് വെച്ചാൽ കടം കുറഞ്ഞുകൊണ്ട് വരുന്നതെന്നാണ് പ്രധാന ശക്തി. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.24 ആണ്. അതുകൊണ്ട് മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ കടം കുറഞ്ഞു വരുന്നുണ്ട്. അതിലൂടെ കൂടുതൽ ഓർഡറുകൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സ്വന്തമാക്കാനും പറ്റുന്നുണ്ട്. ടെക്നിക്കൽ ചാർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ, ടെക്നിക്കൽ ചാർട്ടുകൾ പരിശോധിക്കുമ്പോൾ SCPC ലിമിറ്റഡ് ഇതിനകം ബുള്ളിഷ് ട്രെൻഡിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഓഹരി വില ഇപ്പോൾ 20 ദിവസത്തെ മൂവിംഗ് ആവറേജും 50 ദിവസത്തെ മൂവിംഗ് ആവറേജും 200 ദിവസത്തെ മൂവിംഗ് ആവറേജിന് മുകളിലാണ് ഓഹരിയുടെ വില. ഇനി മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് പോസിറ്റീവാണ്. ADS ട്രെൻഡും ശക്തമായിട്ടാണ് കാണിക്കുന്നത്. സപ്പോർട്ട് 14.70, 15 ലെവലിലാണ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് 15.60 ലെവലിലാണ്. ഇനി എന്താണ് ഇതിൻ്റെ റിസ്ക് എന്ന് നോക്കാം. SCPCയുടെ പ്രധാന കുറവുകൾ: പ്രൊമോട്ടേഴ്സ് ഓഹരിയുടെ 34% പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. PE റേഷ്യോ വളരെ ഉയർന്നതാണ്, 81:90. ROE, ROCE, ഇത് റിട്ടേൺസ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺസ് ഓൺ ഇക്വിറ്റിയും ലാഭം വളരെ കുറവാണ് കാണിക്കുന്നത്. ഇതിനുള്ള അനുകൂലമായ ഒരു ഘടകം, പല മേഖലകളിലായി വൈവിധ്യമാർന്ന
സേവനങ്ങൾ ചെയ്യുന്നു. പുതിയ മേഖലകളിലേക്കുള്ള പ്രവേശനമുണ്ട്. സോളാർ സെക്ടർ മുതൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ വരെയുള്ള പ്രോജക്റ്റുകൾ ശക്തമാണ്. അതുപോലെ തന്നെ വിദേശ കമ്പനിയുടെ UAE-യിലൊരു കമ്പനിയുടെ 75% ഓഹരികൾ സ്വന്തമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഒരു അന്തർദേശീയ മാനവും ഈ കമ്പനിക്ക് വരുന്നുണ്ട്. ഹൈ റിസ്ക് ഫൈനൽ വെർഡിക്റ്റ് എന്താണെന്ന് നോക്കാം. ഹൈ റിസ്ക് ഹൈ റിവാർഡ് സോണിൽ വിശ്വസിക്കുന്നവർക്ക് SEPC ലിമിറ്റഡ് നോക്കാവുന്ന ഒരു കമ്പനിയാണ്, നോക്കാവുന്ന ഒരു പെന്നി സ്റ്റോക്കാണ്. അതുപോലെ തന്നെ കമ്പനി വിവിധ മേഖലകളിൽ അവരുടെ ബിസിനസ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ പിന്നുള്ള ഒരു ഇതെന്ന് വെച്ചാൽ പ്ലഡ്ജിങ്, അതായത് പ്രൊമോട്ടേഴ്സ് ഓഹരിയുടെ 34% പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പരിഗണിക്കേണ്ടതാണ്. ചുരുക്കത്തിൽ ഹൈ റിസ്ക് ഹൈ റിവാർഡ് സോണിൽ വിശ്വസിക്കുന്നവർക്ക് നോക്കാവുന്ന ഒരു കമ്പനിയാണ്. കൺക്ലൂഷൻ: SEPC ലിമിറ്റഡ് എന്ന കമ്പനി വിലക്കുറവുള്ളതും വളർച്ചാ സാധ്യതയുള്ളതുമായ ഒരു പെന്നി സ്റ്റോക്ക് കമ്പനിയാണ്. അതിൻ്റെ ബിസിനസ് മോഡൽ, ഓർഡർ, അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള പ്രവേശനം എന്നിവ ശ്രദ്ധിക്കേണ്ട ഒരു ഓഹരിയാക്കി മാറ്റുന്നു. വലിയ ഓർഡർ ബുക്കും എക്സ്പാൻഷൻ പ്ലാനുകളും കുറഞ്ഞ കടബാധ്യത, ബുള്ളിഷ് ട്രെൻഡ് എന്നിവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുറവുകളെന്ന് പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് ഓഹരിയുടെ